വീഡിയോ നടത്താൻ പോണ സാംസങ് ഗാലക്സി S23 Ultra ആണ്. ഇതിന് മേടിച്ചിട്ട് ഇപ്പോൾ 8 മാസമായി. 8 മാസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറ്റേ, ഈ ഫോൺ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കാണിക്കും ചാർജ് എത്ര മിനിറ്റിലാണ് ചാർജ് ആവേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഈ ഫോൺ ഇങ്ങനെ ഓഫായി കിടക്കുവാണ്. ഇപ്പോൾ ഓഫായി കിടക്കുവാണ്, ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഓണാവും. ഇതിന് നമ്മളിപ്പോൾ കറക്റ്റ് ഈ സൈഡുണ്ട്, ഈ സൈഡ് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ചെയ്യാറുള്ള സൈഡ് ഫിംഗർ പ്രിൻറ്റ് ചെയ്യും. പിന്നെ പാസ്വേഡൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് ഓണാക്കാം. കാണിച്ചല്ലേ ഗൈസ്, ഈ ഫോണിൻ്റെ ഒച്ച ഏൽപ്പിക്കാവേ. ഒച്ച കിട്ടില്ല ഗൈസ്. ഉണ്ടോ? ഇങ്ങനെ ക്യാമറ എടുക്കാം. 100x തന്നെയാണ് എൻ്റെ സൂമിങ്. നമുക്കൊരു 1/2 കിലോമീറ്റർ ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഉണ്ടോ ഗൈസ്? പിന്നെ ഡിസ്പ്ലേയുടെ സൈസിലുണ്ടല്ലേ, ഫുള്ളും ഇടാം, കുറച്ചും ഇടാം. ഇതിൽ ഏറ്റവും ചെറുതാണിത്. ചെറുതായിട്ട് ഫോട്ടോ കിട്ടും. ചിങ്ങളുടെ വലുതാണെങ്കിൽ ഇതെടുക്കാം, ചിങ്ങളുടെ വലുതാണെങ്കിൽ ഇതെടുക്കാം. ഇതിൽ ഏറ്റവും വലുതാണെങ്കിൽ ഇതെടുക്കാം. ഇതിൻ്റെ പോർട്രേറ്റ് വെച്ച് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഫോട്ടോയാണ് ഗൈസ്. ഇത് നോക്കിയേ, ഈ പോർട്രേറ്റ് ഫോട്ടോ എങ്ങനെയുണ്ട് ഗൈസ്? കണ്ടു, ഇത് മാത്രം കാണിക്കും, നല്ല ഇതാ. ഇത് പോർട്രേറ്റ് 3x എടുത്താണ്, നല്ല ക്ലാരിറ്റി ആയിട്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ നേരത്ത് മെഗാ പിക്സൽ മാറ്റാൻ പറ്റും. 50 മെഗാ പിക്സൽ. ഇപ്പോൾ സാധാരണ 12 മെഗാ പിക്സൽ, 50 മെഗാ പിക്സൽ, 200 മെഗാ പിക്സൽ. പക്ഷേ 200 മെഗാ പിക്സൽ വെച്ചെടുത്ത് രസമില്ല, പക്ഷെ 12 നല്ലത്. ഫൈസ് കണ്ടില്ലേ? ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ഇരുട്ടത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ സൂപ്പർ സ്റ്റഡി മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡ് വെച്ച് നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇപ്പോൾ കുലുങ്ങുവാണെന്ന് വിചാരിച്ചു, അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇത് കുലുങ്ങുള്ളൂ വീഡിയോ. ഗായ്സ്, നമുക്ക് സൂപ്പർ സ്റ്റഡി മോഡ് ഓണാക്കാം, കുലുക്കി നോക്കാം ഗായ്സ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാം ഗായ്സ്. നമുക്ക് നമ്മൾ സൂപ്പർ സ്റ്റഡി മോഡിനെ നോക്കാം. റിസൾട്ട് കിട്ടിയ വലിയ വ്യത്യാസമൊന്നുമില്ല. മോർ കയറിയിട്ട് നൈറ്റ് മോഡുണ്ട്. ഞാൻ ഇരുട്ടത്ത് ഫോട്ടോ എടുത്ത് നല്ല ഇതാണ്, ഞാനൊരു വീഡിയോ കാണിച്ചാണ്. പിന്നെ പിന്നെ പോർട്രേറ്റ് വീഡിയോ എടുക്കാം. സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ ഒന്ന് കാണാം ഗൈസ്. ഭയങ്കര സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ ഗൈസിൻ്റെ സൂപ്പർ സ്ലോ മോഷൻ കാണിച്ചുതരാം. ഉണ്ടോ എൻ്റെ സൂപ്പർ സ്ലോ മോഷൻ? നമുക്ക് റിസൾട്ട് നോക്കാം. കൊണ്ടോ ഗൈസ്, എന്നാ സ്ലോ മോഷനാണ്. നമുക്ക് അടുത്ത ഫീച്ചേഴ്സൊക്കെ നോക്കാം. അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ എസ്പെൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്കിപ്പോൾ ഈ എസ്പെൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ച് പിടിച്ച് നോക്കുക, നമ്മൾ എത്ര കിലോമീറ്റർ ദൂരെ ആയാലും ഈ എസ്പെൻ്റെ സ്വിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ക്യാമറ ഓണായി കിടക്കുവാണെങ്കിൽ തന്നെ ഫോട്ടോ ആവും. ഇപ്പം ഞാനൊരു ഡെമോ കാണിച്ചു തരാം. വീഡിയോയ്ക്കും പറ്റും. ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഒട്ടിക്കഴിഞ്ഞ് വച്ചേക്കും. ഞാൻ ഈ സ്വിച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ ആവും. കണ്ടോടാ ഗൈസ്, കണ്ടോ? ഒരു ഫോട്ടോയുടെ ഒച്ച കേട്ടില്ലേ? അത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഇരുട്ടത്തിന് മാത്രം. പിന്നെ സൂം ചെയ്യണമെങ്കിൽ എസ്പെൻ വെച്ച് സൂം ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് കറക്കുമ്പോൾ അത് ഇങ്ങനെ സൂമായി കണ്ടോ. തിരിച്ച് ബാക്കിലോട്ട് പോകണമെങ്കിലും അങ്ങനെ പറ്റും. കണ്ടോ ഗൈസ്? പോർട്രേറ്റിനും പറ്റും അത് ഗൈസ്. ഉണ്ടല്ലേ? പോർട്രേറ്റിനും ഇങ്ങനെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പുറകിലോട്ട് പോകും. ഉണ്ടോ ഗൈസ്? ഇതിൽ കുറേ ഭയങ്കര ഫാസ്റ്റ് സർക്കിൾ ടു സെർച്ചൊക്കെ പറ്റും. കാണിച്ചു തരാം ഗൈസ്. ആദ്യമേ നമുക്ക് എസ്പെൻ്റെ നോട്ട് കാണിച്ചു തരാം. നോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് സെലക്ട് ആണ്. ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കണ മോഡ്. സ്വിച്ച് പിടിച്ചൊക്കെ അത് സ്ക്രീൻഷോട്ട് ആവില്ല. നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതാം. ക്രിയേറ്റ് നോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ നോട്ട് എഴുതാം. പിന്നെ പേനയുടെ കളറ് മാറ്റാൻ പറ്റും. കൊണ്ട് ഇതൊക്കെ ഇടാൻ പറ്റും, കളറും മാറ്റാൻ പറ്റും. പിന്നെ വേറെ കൂടെ പറ്റുമേ,
ഇതും കൂടെ പറ്റും, ഇതുപോലെയും പറ്റും, നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഈ ഫോൺ അൺലോക്ക് ആയാലും ഈ S Pen ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നോട്ട് എഴുതാൻ ഇത് കാണിക്കും. നമുക്ക് സർക്കിൾ ടു സെർച്ച് കാണിച്ചു തരാം. ഗൈസ് കണ്ടോ, നമുക്ക് സർക്കിൾ ടു സെർച്ച് ചെയ്യാം. ഹോം ബട്ടണിൽ പിടിച്ച് ഇങ്ങനെ നമുക്ക് പിടിക്കുന്നത്. ഇത് iPhone 60 Pro Max ആണ്. നമുക്ക് ഇന്ന് സർക്കിൾ ചെയ്ത് നോക്കാം. വേറെ ഒബ്ജക്റ്റും കൂടെ കാണിച്ചു തരാം. നല്ല കണ്ണാടി ഇതും ഇവിടെ ആക്കിയപ്പോൾ ഇപ്പോൾ റിസൾട്ട് കാണിക്കും. ഇച്ചിരി അവർക്ക് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും കൂടെ കാണിച്ചു തരാം. ഇനി സർക്കിൾ ടു സെർച്ച് കാണിച്ചു തരാം. ഇവിടെ iPhone 16 ആണ്. iPhone 16 ഇവിടെ കാണിക്കും. നെറ്റ്വർക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് ചെയ്തത് ഗൈസ്. അവിടെ iPhone 16 സെക്കൻഡ് ഹാൻഡ് ഉണ്ടോ, 58,000 രൂപ. രണ്ട് ഉപകാരങ്ങൾ കണ്ടോ, എന്തൊക്കെയുണ്ടോ. ഓൺലൈൻ മേടിക്കാൻ ലിങ്ക് കാണി. 60,000 രൂപ iPhone 16 Pro അല്ല 16 ഇനി iPhone 60 Pro Max നോക്കാം. ഇവിടെ iPhone 60 Pro Max ആണ്. നമുക്ക് ഇതും കൂടെ നോക്കാം. അത് കിട്ടുമോ ഇച്ചിരി അറിയില്ല. അതിൻ്റെ കേസാണ് കാണിച്ചത്. അടുത്ത വേറെ വല്ലതും കാണിക്കാം. നമുക്ക് കറക്റ്റ് ഈ I10 നോക്കാം. ഇല്ല എൻ്റെ ഇത് നോക്കാം. നമുക്ക് സർക്കിൾ ടു സെർച്ച് ചെയ്യാം. കണ്ടോ ഗൈസ്, നോക്കാൻ പോവാണ്. I10 വിലയും കാണിക്കും. OLX അല്ല കുറവിൻ്റെ ഉണ്ട് ഗൈസ്. പിന്നെ ആണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഈ കാറും കൂടെ നോക്കാം, ഈ ക്രെറ്റേനെയും കൂടെ നോക്കാം. അങ്ങനെ ഒട്ടനവധി കാറുകൾ മാത്രമല്ല എല്ലാം പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫോണ് എല്ലാം പറ്റും ഇപ്പോൾ. ഗൈസ് എനിക്കിതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗൈസ്. നമുക്ക് സ്കെച്ച് ടു ഇമേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഡെമോ കാണിച്ചു തരാമേ ഗൈസ്. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഒരു കാറ് വരയ്ക്കാം. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും. നമ്മളീ ചുമ്മാ ഒരു കാറില്ല, ഇത് ചുമ്മാ എനിക്ക് കുത്തിവരാ പോലെ ചുമ്മാ കണ്ട ഒരു കാറൊന്നും പറയില്ല ഗൈസ്. നമുക്ക് ജനറേറ്റ് ചെയ്യാം ഗൈസ്. ഇത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ജനറേറ്റ് ആയി കണ്ടോ. നമുക്ക് ഇങ്ങനത്തെ ജീപ്പ് പോലത്തെ സാധനം എടുക്കാം. കണ്ടോ സെറ്റപ്പ് ജീപ്പുകളൊക്കെ വന്നു. ഞാൻ കാറ വരച്ച പക്ഷേ ജീപ്പൊക്കെ വരും. ഒക്കെ ചില മണ്ടത്തരങ്ങളും നമുക്ക് എടുത്ത് കാണിക്കും. നോക്കിയത് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് സേവ് കോപ്പി എന്ന് എടുത്താൽ മതി. നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ആരെങ്കിലും പറ്റിക്കാം. നമുക്ക് ഇങ്ങനത്തെ വണ്ടിയാണെന്നൊക്കെ വന്ന് റേസ് ചെയ്യാനും പറ്റും. നമുക്ക് എന്തെങ്കിലും അവിടെ കാണിച്ചാൽ ഗൈസ് നമുക്ക് ഇത് എറേസ് ചെയ്യണം നോക്കാം. മൂഡ് എറേസ് ചെയ്യണമെങ്കിൽ ഇവിടെ പിടിച്ച് നോക്കിയിട്ട് ഇതിങ്ങനെ ചുറ്റി 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 റേസ് ചെയ്യുമ്പോൾ ഒരു വലിയ രസമൊന്നുമില്ല. ഫുള്ളായിട്ട് മായച്ചിരി പാടാണ്. കണ്ടോ ഇത് ഫുള്ളായിട്ട് ഇത് കാണിച്ചിരിക്കണുണ്ടോ ഗൈസ്. ഈ ക്യാമറയും കൂടെ ഒന്ന് മായ്ക്കാം. ക്യാമറയും കൂടെ ഒന്ന് മായ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് മായ്ക്കാം. ഗൈസ് ജനറേറ്റ് ചെയ്യാം. ആഡിങ് പീസസ് മിസ്സിങ് എന്നൊക്കെ കാണിച്ച് പറയുന്നുണ്ട്. ജനറേറ്റ് ആയിക്കോളും. ചെയ്തോളും പണി. കേസ് നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി. നമുക്ക് അടുത്ത വീണ്ടും ചെയ്യാം. ഗൈസ് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എറേസ് ചെയ്യാം. എറേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് വട്ടം വരയ്ക്കണം. വട്ടം വരച്ചപ്പോഴത്തേക്ക് ഇതായി ഇച്ചിരി കൂടെ ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് ഇതൊക്കെ മാഞ്ഞു പോകുന്നതുകൊണ്ട് ഇത് ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി സമയം എടുക്കും ഗൈസ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിന് 5G ആയതുകൊണ്ട് നെറ്റ് കിട്ടാൻ ഭയങ്കര പാടുക. ഇത് പറ്റിയിട്ടില്ല. സേവ് കോപ്പി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ മറ്റേ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചെറുതായിപ്പോയി.
കണ്ടോ ഗൈസ്, ഇത്രയുള്ള കാര്യം. ഗൈസ് ഇത്ര കാലം ഉപയോഗിച്ചിട്ട് ഒരു ലാഗ് പോലില്ല, ഒരു കുഴപ്പം പോലില്ല. ഒരു ലാഗ് പോലില്ല. ഇങ്ങനെയൊക്കെ ഒരു ലാഗ് പോലില്ല. ഇത് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇതും ലാഗില്ല. ഡയൽ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഫോൺ പോലെ ഇങ്ങനെ വച്ചേക്കും. ഇത് വിളിക്കാറില്ല ആരെയും ഗൈസ്. പിന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തില്ല, ഈ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നോട്ട് എഴുതാൻ പറ്റും. എസ് പെൻ എടുത്തിട്ട് അതും കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഈ ഫോണൊന്ന് ഓഫ് ചെയ്യാം. ഡിവൈസ് ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ എസ് പെൻ കണ്ടോ, കണ്ടോ നോട്ട് എഴുതാനുണ്ടോ, അൺലോക്ക് ആയില്ലേ. ഇത് ഇങ്ങനെ മാറ്റാം, ഓരോന്നും ഇങ്ങനെ കളറും മാറ്റാം. ഈ കളർ എടുത്തു, അടുത്തത് ഈ വെള്ളം അടുത്തത് വെള്ളം എടുക്കാൻ പോകണം. ഒറ്റയുടെ വേണ്ടി കളറുകളും എടുക്കാം. ഐസ് പിന്നെ നമുക്ക് വേറെ കളറും ഈ ചുവപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചയായാലും പറ്റും, പച്ചയും പറ്റും, എല്ലാം പറ്റും ഐസ്. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് നോട്ട് എഴുതാണ്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ ഓഫ് ആകുമ്പോൾ തന്നെ സേവ് ആയിക്കോളും ഗൈസ്. ഈ ഫോണിൻ്റെ 100x സൂമിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ 100x സൂമിൻ്റെ ക്വാളിറ്റിയാണ്. എൻ്റെ വീടിൽ നിന്ന് എൻ്റെ ഈ മുറിയിൽ നിന്ന് കുറേ ദൂരമുള്ളൊരു ക്ലോക്കുണ്ട്. ക്ലോക്കിലേക്കൊന്ന് സൂം ചെയ്തതാണ്. വേണമെങ്കിൽ ക്ലോക്ക് ഉണ്ടല്ലേ ഗൈസ്, 100x സൂമിൻ്റെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. സാധാരണ ഫോട്ടോ എടുത്ത പോലെ ചെറിയൊരു ബ്ലറിനെസ് കാണിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഉണ്ടോ നമ്മുടെ ബാക്ക് ക്യാമറ വെച്ചുള്ള ഫോട്ടോ ഉണ്ടോ, നല്ല ക്ലാരിറ്റിയാണ്. സ്പീഡും കൂട്ടാം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊരു ഫോട്ടോ എടുക്കുമ്പോഴാണ്. ഫോട്ടോയിൽ വീഡിയോ കൂട്ടി നോക്കണേ. സ്പീഡല്ല പ്ലീസ്, എത്ര ടൈം സെറ്റ് ചെയ്യാം, ഇനി സെക്കൻഡ് ഇല്ലാതെ വയ്ക്കാം, അങ്ങനെ എല്ലാം പറ്റും. മോറ് പൊട്ടി കഴിഞ്ഞിട്ടാ പോർട്രേറ്റ് വീഡിയോ നൈറ്റ് മോഡ് ഫുഡിൻ്റെ നല്ല ക്ലാരിറ്റി ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ ഗൈസ്. ഈ ഫോണിനൊരു കുഴപ്പമുണ്ട്, നമ്മളിപ്പോൾ ഈ സ്ക്രീൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഗാർഡല്ല ഉപയോഗിക്കുക, ഒരു സ്റ്റിക്കർ പോലത്തെ ഇതൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കണം, ഡിസ്പ്ലേ പൊന്തിയിരിക്കണം. ഇത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബബിള് കയറും, അതുകൊണ്ട് പെട്ടെന്ന് വല്ല പറ്റും ഫോൺ. ഇത് മാസം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കാം. കേൾക്കണ്ട ഗൈസ്. നിങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്ത് കഴിഞ്ഞാൽ എൻ്റെ ഗൈസ് കണ്ടോ, S24 അൾട്ര. നമ്മുടെ കയ്യിലുള്ള S23 അൾട്ര ആണ്. S24 അൾട്രയ്ക്ക് 10,000 രൂപ സെക്കൻഡ് ഹാൻഡ് പ്രൈസ് ഡ്രോപ്പ് കാണിച്ച്, നല്ല കണ്ടീഷനാണ്. കണ്ടോ S25ൻ്റെ ഉണ്ട്, കണ്ടോ നമ്മൾ S25ൻ്റെ വീഡിയോ ഉണ്ട്. ഗാലറി കയറി തന്നെ കുറേ ഫോട്ടോകളൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ ഐസ്. ഗാലറി കയറാം, വേറെ കുറേ ഫോട്ടോകളുണ്ട്, പിക്ചേഴ്സ് ഉണ്ട്, കുറേ എണ്ണമുണ്ട്, 1000 കൂടുതൽ, എത്രയാണെന്ന് എണ്ണാൻ പറ്റില്ല. അപ്പയുടെ പഴയ ഫോണുണ്ട്, അതുകൊണ്ട് പഴയ ഫോണിലത്തെ എല്ലാ ഫോട്ടോകളും ഇതിനകത്തുണ്ട്. എൻ്റെ ഒരു പട്ടിക്കുട്ടി, ഞങ്ങൾ സ്നോ വേൾഡിൽ പോയി ഫോട്ടോ കാണിച്ചു തരാം. ഞാനാണ് ശരിക്കും ഗൈസ്, ഞാനാട്ടോ ശരിക്കും ഫോട്ടോയുടെ ഈ ഫോണിൻ്റെ ഇതാണെന്ന് കാണാൻ മേല. എൻ്റെ ഫോട്ടോ കുറേ ഉണ്ട് ഗൈസ്, കണ്ടില്ലേ കുറേ പോയി കഴിഞ്ഞാൽ. എൻ്റെ ഫസ്റ്റ് ഈ ഫോട്ടോയാണ് എൻ്റെ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ, എൻ്റെ പണ്ടത്തെ പട്ടിക്കുട്ടി. ഇപ്പോഴത്തെ പട്ടിക്കുട്ടി ഇത് പോമേരനായിരുന്നു, ഇപ്പോഴത്തെ നാടനാണെന്ന് തോന്നുന്നത്. നല്ല ഇതായിരുന്നു. ഇതെല്ലാം ഈ ഫോൺ വെച്ചല്ല എടുത്തത്, ഇപ്പോൾ പഴയ ഫോണാണ്, ഫസ്റ്റ് സമയത്ത് എടുത്താൽ. അങ്ങനെ ഓരോന്നും ഉണ്ടോ, ഞങ്ങൾ ഇച്ചിരി വേറെ ബന്ധുക്കാരൊക്കെ ആയിട്ടെടുത്ത ഫോട്ടോകളാണ്.
പഴയ ഫോണിൻ്റെയാണ്. എല്ലാം ഇതിനകത്ത് വന്നേക്കാം. എല്ലാം വിളിക്കണ കാര്യങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടിക് ടിക്കിന്ന് ഒച്ചയ്ക്കില്ല, അതൊക്കെ പോയി. എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ഫോൺ വഴി കണക്ട് ആയതുകൊണ്ട് ഇവിടെ ഒരു മഞ്ഞ കളർ പോലെ കാണിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് ഇതാണ് കുഴപ്പം. ഇപ്പം കാണാമല്ലോ ഗൈസ് മഞ്ഞ കളർ. ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ S23 അൾട്രയുടെ റിവ്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഉണ്ടോ ഗൈസ്? ഇപ്പം അതിനകത്ത് ക്ലിയറായിട്ട് കാണാമല്ലോ. ഇങ്ങനെ സർക്കിൾ ടു സർക്കിൾ ഇവിടെയും ചെയ്യാം, ഹോമിൽ തന്നെ ചെയ്യാം. ഉണ്ടോ? എൻ്റെ ലാഗ് പോലെ ഉണ്ടോ? ഞാൻ ഒരു 50x സൂം ചെയ്ത് ഒരു ഫോട്ടോ കാണിച്ചു തരാം ഒരാളുടെ. ഗൈസ് ഞാൻ ഒരു 50x സൂം ചെയ്ത ഫോട്ടോ എടുത്താൽ ഇതൊരു 50x സൂം ചെയ്ത ഫോട്ടോയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 50x സൂം ചെയ്തിട്ട് എൻ്റെ ക്ലാരിറ്റി കുറച്ച് മാത്രം പോയിട്ടുള്ളൂ. ഒരു ബ്ലർനെസ് കണ്ടോ? ഇതുപോലെയാണ് ശരിക്കും ഒരാൾക്കാണ് ക്യാമറയാണ്. കണ്ടോ ഗൈസ്? 50x സൂം ചെയ്ത ഫോട്ടോ കണ്ടോ? ഞാൻ ക്യാമറയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് സോണിയാണ്. ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന ഡ്രോൺ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഞാനും ക്യാമറ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രേ ഉള്ളൂ സാംസങ്ങിൻ്റെ വീഡിയോ കുറിച്ച്. എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ഫോണിൻ്റെ കളർ വൈറ്റ് ആണ്. കവർ ഇട്ടുകൊണ്ട് ജസ്റ്റ് ബ്ലാക്ക് കളർ കണ്ട് ഇവിടെ വൈറ്റ് ഫുള്ളും ക്രീം കളർ പോലെയാണ്. ഇത് 256 GB സ്റ്റോറേജ് ആണ്. S23 അൾട്രയുടെ വില ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാം ഗൂഗിളിൽ. സാംസങ് ഗാലക്സി S23 അൾട്ര പ്രൈസ്. ശരി, സാംസങ് ഗാലക്സി S23 അൾട്ര പ്രൈസ് ഇൻ 2025. നമുക്ക് S23 അൾട്ര പ്രൈസ് ഇപ്പോൾ തപ്പി നോക്കാം. നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇച്ചിരി നെറ്റ് കുറവായതുകൊണ്ട് 5G ആയതുകൊണ്ട് കാണിക്കില്ല. ഗൈസ് കിട്ടി. ഇപ്പോൾ S25 അൾട്ര ആണ്. ഇതിന് 1,41,000 രൂപയാണ് എൻ്റെ വില. ശരി, നമുക്ക് ഇതിൻ്റെ വില നോക്കാം. 60 Pro Maxൻ്റെ വില നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. 60 Proയുടെ വില നല്ല ഉണ്ട്. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്താണ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് നമ്മളിപ്പോൾ മിന്നർ സൗണ്ടൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ പാട്ടിൻ്റെ ഒച്ചയും കേൾപ്പിക്കാനും പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഒച്ചയും കേൾക്കാൻ പറ്റും. പിന്നെ ഈ ഒച്ച വേണമെങ്കിൽ ഒച്ച വേണ്ടത് നമുക്ക് ചെയ്യാം. ഗൈസ് നമ്മുടെ ടോർച്ച് എങ്ങനെയൊക്കെയോ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സാംസങ്ങിൻ്റെ ടോർച്ച്. നല്ല സെറ്റാണ് ഇതിന്. ഉണ്ട് ഗൈസ്, നല്ലപോലെ തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ ഗൈസ് ചെറുതായിട്ടൊരു സാംസങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗൈസ് ഈ ഫോണിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് കാണിച്ചു തരാം. 2500 അങ്ങോട്ട് നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. ഉണ്ടോ? ഭയങ്കര ബ്രൈറ്റ്നസ് ഉണ്ടോ ഗൈസ്? കുറയ്ക്കുമ്പോൾ ഓഫായി പോയ പോലെ. മാക്സിമം പകുതി ഇട്ടാൽ മതി. കൂടുതൽ കഴിഞ്ഞാൽ കണ്ണു വേനിക്കും. ഗൈസ് ഇൻ്റർപ്രറ്റർ മോഡെന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മളിപ്പോൾ അത് ഇങ്ങനെ വിളിക്കുമ്പോഴും ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവരുടെ ഹിന്ദിയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയും. അത് മനസ്സിലാക്കി വിളിക്കുമ്പോഴായാലും പറ്റും. അത് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് ഇത്ര നാൾ കൊണ്ട് ഈ ഫോണിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടു. നിങ്ങളുടെ ഏത് ഫോണാണ്
വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ല കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ഫോണിന് വേണ്ടി നിങ്ങളുടെ ഫോൺ കമൻറ്റ് ചെയ്യണേ. ഓക്കെ ബൈ.